അതെന്താ മുറുക്ക് മാത്രമല്ല പല വെറൈറ്റികളുണ്ട്. ഇതാ മക്കളെ, ഇതാ പോളോ ഇറങ്ങിയതോ, മെല്ലെ മെല്ലെ. എന്തല്ല അസുഖല്ലേ? നമ്മള് ഒരു ലോങ് ട്രിപ്പ് പോകുന്നു ബോംബെയിലേക്ക്. കല്യാണത്തിന് പോയാ? അത് ശരി, ഇപ്പൊ പോണാ? സുഖമായിട്ട് പോന്ന്. ഇപ്പൊ ഞാൻ ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഇത് നമ്മളെ ഫയർ സോഡയിൽ അടിച്ചിട്ട് പോന്ന്. അപ്പൊ നമ്മള് കാസർഗോഡ് വന്നു കഴിഞ്ഞാൽ എന്തായാലും എത്തിച്ചാന്റെ ഫയർ സോഡ കഴിച്ചിട്ടേ പോകാറുള്ളൂ. കഴിഞ്ഞ തവണക്കല്ലേ നമ്മൾ വിളിച്ചിട്ട് മക്കളൊന്നുമില്ല അടുത്ത് തന്നെയാ? പക്ഷെ എങ്ങനെ ബുദ്ധിമുട്ടാ? ഓക്കെ, രണ്ടാളും കൂടി വരാണ്ടേ. ഇപ്പൊ വരും. ഇങ്ങോട്ട് കയറിക്കോ, ഇങ്ങോട്ട് കയറിക്കോ. അടുപ്പിച്ചോ. ഞാൻ നിങ്ങൾക്ക് വൈമാറിപ്പോയിന്ന്. കിട്ടിയ സാധനം കിട്ടിയാ എന്താ പറഞ്ഞു? അപ്പൊ നമ്മൾ ഇന്ന് ലത്തീച്ചാന്റെ ചക്ലി കഴിക്കാൻ വേണ്ടി പോവാണ്. സാധാരണ ലത്തീച്ച രാവിലെയൊക്കെ തുറക്കാറുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം രാത്രി വൈകുന്നേരം സമയത്താണ് തുറക്കാറ്, 4 മണിക്ക് ശേഷം. അപ്പോൾ നമ്മൾ വിളിച്ചു വരുത്തിയാണ് ലത്തീച്ചാൻ. ലത്തീച്ച ഫുള്ള് ഈ ചെയറും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. വാ, ഇവിടെ വന്നിനോ? അതിന് ഇടക്കിടക്ക് വന്നോളൂ. ഇവിടെ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ പിന്നെയും വരേണ്ടി വരും. അഡിക്റ്റഡ് ആണ്. അതാ നമ്മൾക്ക് ഭയങ്കര ഇഷ്ടമാ. ഇവിടെ സ്പെഷ്യൽ സാധനമുണ്ട് ചക്ലി. ഇതാണ് ലത്തീച്ച. മൂപ്പരെ വിളിച്ചു വരുത്തിച്ച കട പൂട്ടിയിട്ടുണ്ടേ, ഒരു വൈകുന്നേരം തുറക്കും. അങ്ങനെ നമ്മൾ വിളിച്ചിട്ട് വരുത്തിച്ചിങ്ങോട്ട്. പിന്നെന്താ, എന്നിട്ട് എന്താ സ്പെഷ്യൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ പുതിയ എന്തെങ്കിലും വന്നിനാ? അപ്പൊ നമ്മുടെ ലത്തീച്ചാന്റെ ചക്ലിയാണ് ഇവിടുത്തെ മെയിൻ. ലത്തീച്ച വിളിച്ചപാട് ഓടി വന്നല്ലോ, സന്തോഷായി. അതെ, ഇത് നമ്മളെ ഏട്ടൻ ഇനി നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരും, ഇവിടെ ചവിട്ടി കൊടുക്കും. മൂപ്പര് ഓണ്ടോട് അധികം വരുന്ന. അപ്പൊ കാസർഗോഡ് വന്നു കഴിഞ്ഞാല് നിങ്ങൾ എല്ലാവരും നമ്മൾ ലത്തീച്ചാന്റെ ചക്ലി ട്രൈ ചെയ്യണം. കാരണം സ്പെഷ്യലാണ്. കാസർഗോഡ് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് ഇത്. അപ്പം വേറെ ഒരു ടേസ്റ്റ് ആയിരുന്നു. ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വിടൂല. അങ്ങനത്തെ ഒരു സാധനമാണ്. മുറുക്കാണ്. മുറുക്കിലൊരു മസാല മിക്സ് ചെയ്തൊരു സംഭവം കേട്ടോ. കഴിച്ചിട്ട് നോക്കി എങ്ങനെ ഉണ്ടടാ മമ്മു? ഒരേ സൈഡ് പറയുന്നത് കഴിച്ചേ ഓട്ടെ. എങ്ങനെയുണ്ട്? ഓ, സ്പൈസി ആയിരിക്കും. അപ്പൊ എങ്ങനെയുണ്ട്? ഫേമസ് അപ്പൊ ഇതാണ് ഐറ്റം കേട്ടോ, ലത്തീച്ചാന്റെ ചക്ലി. അടിപൊളി. ഇതൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ കേട്ടോ. ഇവിടുത്തെ മെയിൻ സാധനം ഫയർ സോഡയാണ്. അതിന് ശേഷം ഞങ്ങൾക്ക് ഏത് ഫ്രൂട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കിട്ടും. ഗ്രീൻ ആപ്പിൾ ഉണ്ട്, മൊഹിറ്റോ മിൻ്റ് ഉണ്ട്, ബ്ലാക്ക് കറ ഉണ്ട്, ബ്ലൂ കറാക്കോ, പൈനാപ്പിൾ, ഓറഞ്ച്. ഇത് നമ്മൾ പലതവണ ഈ സ്പോട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഇടക്കിടക്ക് നമ്മൾ പരിചയപ്പെടുത്തും. എന്താണെന്നറിയോ? വരാത്ത ആൾക്കാർക്ക് വരണം അല്ലേ? ഇടക്കിടക്ക് വരിക. അതുപോലെ നമ്മുടെ ലത്തീച്ചാന്റെ സ്പെഷ്യൽ സാധനങ്ങൾ ഇവിടുത്തെ ഫയർ സോഡിയും അതുപോലെ പച്ചമാങ്ങ മോരും. ഗ്ലാസിന്റെ വലിപ്പം കണ്ട, ഇത്രയും വലിയ ഗ്ലാസ് നിങ്ങൾ എഴുതി കുടിച്ചിട്ടുണ്ടോ? ഒരു ഗ്ലാസ് കുടിച്ച പിന്നെ സെറ്റാണ്. ഉച്ചക്ക് ചോർന്നും വയ്ക്കണ്ട. അതിൻ്റെ ഒരുമിച്ച് 2 ചക്ലി അടിച്ചു കഴിഞ്ഞാൽ അടിപൊളി. മംഗലത്തിന് പോകുന്നില്ലേ? ഇവിടെ അടുത്ത് തന്നെയാ? ഓക്കെ. അപ്പൊ കൊറേ മിക്സിംഗ് ഉണ്ട്. എല്ലാം ഫ്രഷ് ആണ് അല്ലേ? നിങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നല്ലേ? ഇപ്പൊ നമ്മൾ മാങ്ങ ഇടുന്നേ പൈനാപ്പിൾ. അപ്പൊ പൈനാപ്പിൾ വേണമെന്നുണ്ടെങ്കിൽ ഫ്രഷ് പൈനാപ്പിൾ നല്ല ഇവരെന്നെ വീട്ടിൽ നിന്ന് പൾപ്പ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് പിന്നെ അതുപോലെ മാംഗോ, ഇതൊക്കെ ഫ്രഷ് ആയിട്ട് അടിച്ചിട്ട് ഇവരെന്നെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പൾപ്പാണ്. അതുപോലെ മുന്തിരി, ഗ്രേപ്പ്. അത് ഓക്കെ. ഒന്നും മധുരയില്ലാത്ത തന്നെ. എനിക്ക് ഏതെങ്കിലും ബെസ്റ്റ് ആയിട്ടുള്ള മോര് വന്നു. അതിന് മധുരം ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ എരിവുള്ളത് ഇവിടെ ഉണ്ട് കേട്ടോ. എരിവുള്ള നമ്മളെ മാങ്ങ മോരും, പച്ചമാങ്ങ മോരാ, പച്ചമാങ്ങ ഉണ്ട്. അങ്ങനെ നമ്മൾ പാഷൻ ഫ്രൂട്ട് നിങ്ങൾ ബോട്ടിൽ വാങ്ങുന്നത് അല്ലേ? പാഷൻ ഫ്രൂട്ട് വാങ്ങുന്നത് കേട്ടോ. മാംഗോ പൈനാപ്പിളല്ലോ ഇവരെന്നെ ഉണ്ടാക്കുന്നതാണ്. ഈവൻ ഗ്രേപ്പും ഇവരെന്നെ ഉണ്ടാക്കുന്നതാണ്. മോര് ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഗ്ലാസിന്റെ വലിപ്പം കണ്ടോ? നമ്മുടെ ഒരു കൈയിന്റെ വലിപ്പം തന്നെ ഉണ്ട്. ഒന്ന് കുടിച്ച് കഴിഞ്ഞാൽ സെറ്റാണ്. ബ്രോ ഉഷാറല്ലേ? എന്തൊരു ഉഷാർ കുറവ്. നമ്മൾ വന്നോണ്ട് നിങ്ങൾക്ക് കുടിക്കാൻ പറ്റില്ല. വൈകുന്നേരം നിങ്ങൾ തുറക്കില്ലേ? നമ്മൾ വന്നോണ്ട് നമ്മൾ ബ്രോസിനും കുടിക്കാൻ പറ്റി. കാരണം നല്ല ചൂടാണ്. പുറത്തുള്ള വെയിൽ കണ്ട നല്ല പൊരി ചൂടാണ്. ഈ ചൂടത്ത് നല്ല തണുപ്പിൽ എന്തെങ്കിലും കുടിക്കാൻ വേണ്ടി നമുക്ക് തോന്നും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ സെറ്റാണ്. സാധനം എന്തെങ്കിലും റെഡി ആട്ടെ. ഒഴിക്കുമ്പോൾ കണ്ടോ പത പുറക്കുന്നുണ്ട്. അതുപോലെ മുളക്, നല്ല എരിവുള്ള മുളകും നാരങ്ങയും ഒക്കെ റെഡി ആട്ടാ. മുറിച്ചിട്ടിടാ.
എന്നിട്ട് സോഡ കഴിക്കുക, ടക്കടക്ക അടിക്കുക അല്ലേ? അതന്നെ ഞാൻ മുളകെല്ലാം വെച്ചാട്ടാ. അപ്പോൾ എരിവുള്ളതും മധുരം ഉള്ളതും എല്ലാം ഉണ്ട്. നല്ല ഗ്യാസ് ഉള്ള നമ്മളെ എന്താ പറയാ ഫയറാണ് സാധനം അല്ലേ? ഫയറാണ്. യെസ്. മക്കള് കഴിഞ്ഞ ആഴ്ച പറയുന്നത് ചക്കളി കഴിക്കണമെന്നല്ലേ. അപ്പൊ ഇന്നിപ്പോ നമുക്ക് ഓർമ്മയില്ലേനു. നമ്മള് കഴിഞ്ഞ ജംഗ്ഷനിൽ ഇവര് പറഞ്ഞ എന്തെങ്കിലും ആ അപ്പൊ എന്നോട് കഴിഞ്ഞ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കുടിക്കാൻ തോന്നുന്നു പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് എനിക്ക് നിങ്ങളെ ഓർമ്മ വന്നേ. അങ്ങനെ നമ്മൾ പറഞ്ഞു നമുക്ക് വരാം, ബോംബെയിലേക്ക് പോകാണല്ലോ. അപ്പോൾ പിന്നെ കാസർഗോഡ് നമുക്ക് ഇവിടെ ചവിട്ടിയിട്ട് നമുക്ക് എത്തിച്ചാൻ്റെ ഫയർ സോഡയും ചക്കിലൊക്കെ അടിച്ചിട്ട് പോകുന്നിട്ട് അങ്ങനെ നിർത്തിയതാണ്. ഫ്രീസർ നിറച്ചിട്ടുണ്ടോ സോഡ, കംപ്ലീറ്റ് സോഡയാണ്. കാരണം വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ജനങ്ങളെ കൊണ്ട് കളിയാണ് ഇവിടെ. വൈകുന്നേരം പിന്നെ അല്ലേ ഫാമിലീസ് കൂടുതൽ വരുന്നത്. അപ്പോൾ അത്രത്തോളം ആൾക്കാർ ഇവിടെ വന്നിട്ട് ഈ ഒരു ലത്തിച്ചാൻ്റെ സ്പെഷ്യൽ സാധനങ്ങൾ കുടിക്കാൻ വേണ്ടി വരുന്നുണ്ട്. കണ്ടോ ആ ഒഴിക്കുന്ന ഒഴിക്കലുണ്ടോ? ഗ്ലാസിൻ്റെ വലിപ്പം കണ്ടാൽ തന്നെ നമ്മൾ ദാഹം തീരും. അങ്ങനത്തെ ഗ്ലാസ്സാണ്. അല്ല കണ്ണടയൊന്നും വേണ്ടേ? എറിഞ്ഞു വിളിക്കാം. അല്ല വേണ്ടേ സാധനം വേണ്ടേ? വ്ലോഗ് ചെയ്യുന്നവരെ കണ്ണട വേണം. ഓക്കെ നിങ്ങള് കുറച്ചുകൂടി എടുത്തോട്ടെ. ഇത് ചക്ലി ഭയങ്കര ഇഷ്ടപ്പെട്ടു അവർക്ക്. അതാ സാധനം വരുന്നുണ്ടേ, വെറൈറ്റി വരുന്നുണ്ടേ. ഏതാ ഫയറാണ്. ഒന്ന് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ചോറൊന്നും വയ്ക്കണ്ട, അത്രയും സെറ്റാണ്. ഇതിൽ എരിവുള്ള ഏതെങ്കിലും നമ്മളെ വരുന്നുണ്ട്. എങ്ങനെയുണ്ട് മോരത്? മോരല്ലേ ഫേമി? അതെങ്ങനെയുണ്ട്? ഫാമിങ് ഉണ്ട് സൂപ്പറല്ലേ? അത് ഗ്രേപ്പ് എങ്ങനെയുണ്ട്? കുളിച്ചില്ലേ? ദാഹം മാറൂലേ? അടിപൊളിയാ. കൊട്ട നിറച്ച് മുറുക്കണ്ട. ഇത് കംപ്ലീറ്റ് മുറുക്കാണ്. ഒരേ ബ്രാൻഡിലുള്ള മുറുക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതുപോലെ മിക്സ്ചറിലുണ്ട് അല്ലേ? നിങ്ങൾ വേറെ ഒന്നും ചെയ്തില്ല മുമ്പ്? എന്തേലും അത് നാരങ്ങ അല്ലേ? ആ നാരങ്ങ ആയിട്ടുണ്ട്. അയ്യാ മധുരം എരിവുണ്ടല്ലേ മോരില്? ആ ഓക്കെ. അപ്പോൾ മോരില് എരിവാണെങ്കിൽ എരിവുണ്ട്, മധുരമാണെങ്കിൽ മധുരം ഉണ്ട് കേട്ടോ. റെഡിയാണ്. ഓ സെറ്റ്. ഓ അടിപൊളി സാധനം കേട്ടോ. ഇതെന്നല്ല നമ്മൾ മോര് സാധനപ്പില്ല. അതെയാ? ആ ഹാ ഇത് കഴിച്ചു നോക്കിയേ. ഇതൊന്ന് കഴിച്ചു നോക്കിയട്ടെ. വെറൈറ്റി ആണ്. ആ വെറൈറ്റി അല്ലേ? അടി സാധനം എങ്ങനെ ഉണ്ടെന്ന് പറയും. എരിവുള്ളല്ലേ? സൂപ്പറാ, ഒരു രക്ഷയില്ലേ? എത്തിച്ച് എന്ത് തൊട്ട് കഴിഞ്ഞാലും അതിനൊരു ടേസ്റ്റാണ്. ഇഷ്ടത്തിൽ ഉണ്ടാക്കുന്നുണ്ടല്ലേ? നമ്മൾ ചെയ്ത ജോലിയുള്ള സ്നേഹമാണ്. അതെ അതുകൊണ്ടാണ് അത്രയും ടേസ്റ്റ്. കൈപ്പുണ്യം. അത് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു കഴിഞ്ഞാലും ടേസ്റ്റ് ആയിരിക്കും അല്ലേ? അത് നമ്മള് പോയിട്ട് വരേ പിടിച്ചേ. നമ്മള് ഫാമിലി ആയിട്ട് ഒന്ന് ബോംബെ പോകണം ഭയങ്കര ആഗ്രഹമായിരുന്നു. കുറേയൊക്കെ നടക്കില്ല, തിരക്കാണ് നാട്ടിൽ. ഇപ്പം ചെറിയ ചാൻസ് കിട്ടിയപ്പോൾ. അപ്പൊ നിങ്ങൾ ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് കാരണം അറിയാത്ത ആൾക്കാരുണ്ടാവും. ഒരു അതിനോട്ടെ ചെമ്മനാട് ജമാഅത്ത് സ്കൂളിൽ അടുത്താണ്. കാസർഗോഡ് ടൗൺ എത്തണ്ട കേട്ടോ. അതിന് മുമ്പായിട്ടാണ് ഈ ഒരു കട വരുന്നത്. കടയുടെ പേര് KV സ്റ്റോർ ഫയർ സോഡ. നല്ല ഫയർ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാം. വെറും ഫയർ അല്ല, വൈൽഡ് ഫയർ പുഷ്പ. അപ്പൊ കാണാൻ നോക്കി. ശരിതാ ദിവസം